ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തെരുവ് നായ്ശല്യം രൂക്ഷമാകുന്നതിനെ തുടർന്ന് ഷെൽട്ടർ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് മേയർ VK മിനിമോൾ. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ മേയർക്കും കൗൺസിലർമാർക്കും സ്വീകരണം നൽകി. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ മേയർ VK മിനിമോൾക്കും കൗൺസിലർമാർക്കും സ്വീകരണം നൽകി. മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും അടങ്ങുന്ന പ്രദേശങ്ങളാണ് യഥാർത്ഥ കൊച്ചിയെന്നും ലോകത്ത് തന്നെ കൊച്ചി അറിയിച്ചത് ഈ പ്രദേശങ്ങളുടെ പൗരാണികതയാണെന്നും മേയർ പറഞ്ഞു. പ്രഖ്യാപിച്ച ദിവസമാണ്. ആ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 പ്രാവശ്യമായി മാറ്റിവെച്ച ഈ ഒരു അനുമോദന മീറ്റിംഗിൽ നിങ്ങളോടൊപ്പം ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള ഏറെ സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി എന്ന് പറയുമ്പോൾ തീർച്ചയായും മട്ടാഞ്ചേരി പ്രദേശമാണ് യഥാർത്ഥ കൊച്ചി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചിയുടെ ചരിത്രം തുടങ്ങുന്നതും അതിൻ്റെ പൈതൃകവും അതിൻ്റെ കൃത്യമായ ഒരു യാത്രയുമൊക്കെ ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങളിലൂടെയാണ് ലോകത്തിന് മുന്നിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ് യാഥാർത്ഥ്യം. പല വിദേശ രാജ്യങ്ങളും നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാലത്തിന് മുമ്പ് തന്നെ കൊച്ചിയുമായി ഡയറക്റ്റ് ബന്ധം സൂക്ഷിച്ചിരുന്നു പറയുമ്പോൾ എത്രമാത്രം നമ്മളെല്ലാം അന്ന് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഈ കൊച്ചിയിൽ കൃത്യമായ വരവേൽപ്പ് നൽകി വിദേശ ബന്ധം സൂക്ഷിക്കുകയും അവർക്കൊക്കെ ഉണ്ടായിരുന്ന പ്രാവീണ്യം നമ്മളെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. കൊച്ചി എന്നും നല്ലതെല്ലാം സ്വീകരിച്ച ഒരു ചരിത്രമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൗരാണിക കാലഘട്ടം മുതൽ ഈ കൊച്ചി എന്ന ഒരു പേര്, അത് ഇവിടുത്തെ ഓരോ ജംഗ്ഷനും ഇവിടുത്തെ ഓരോ പാലങ്ങളുമൊക്കെ ആ പേര് കൊണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് വായിച്ചിരുന്നു. ശ്രീ ബെർലി എഴുതിയ കൊച്ചിയുടെ ചരിത്രം എന്ന ബുക്കാണ്. അതിൽ വായിച്ച 5 മാസം കൊണ്ട് 50 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി 21 പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞു. തെരുവ് നായശല്യം പരിഹരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് 5 ഏക്കറിൽ ഷെൽട്ടർ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാവുന്നതോടെ തെരുവ് നായശല്യത്തിന് പരിഹാരമാകുമെന്നാണ് കരുതുന്നതെന്നും മേയർ പറഞ്ഞു. പുതിയ ഓഫീസ് പൂർണ്ണ സജ്ജമാക്കി. ഇന്ദിരാ ക്യാന്റീൻ തുടങ്ങിയെന്നും മേയർ വ്യക്തമാക്കി. കൗൺസിലർമാരായ നിഷ ജോസഫ്, സുമിത് ജോസഫ്, സുഹാന സുബീർ, റഹീന റഫീഖ്, മഞ്ജുല അനിൽകുമാർ, ലവിത നെൽസൺ, കവിത ഹരികുമാർ, ലിസി സുമി, അശ്വതി ഗിരീഷ്, ജോസഫ് ഫെർണാണ്ടസ്, പ്രവിത വിജയകുമാർ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. യോഗത്തിൽ ചേംബർ പ്രസിഡന്റ് രാജ്കുമാർ ഗുപ്ത അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് അക്ഷയ് അഗർവാൾ സംസാരിച്ചു. And worshipful mayors. Her public life has been marked by steadfast commitment and steady leadership. Beginning her journey through the Youth Congress, she served in several important organizational roles, including Constituency General Secretary, District Delegate, and later in the Mahila Congress as Vice President of Trikakara Constituency, District Secretary and District President. She also served as Block Secretary of the Congress in Vaitina. Her electoral journey reflects both trust and consistency. She was elected to the council in 2010 from Namangalam division, re-elected in 2015 from Palarivattam, returned again in 2020 from Namangalam, and now for the 4th consecutive term she serves as the Mayor of Kochi. Her experience, dedication and leadership are truly commendable. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.